അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിഫോം സ്പീഡ് ആൻഡ് നോൺ യൂണിഫോം സ്പീഡ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. ഇവിടെ നോക്കുക, observe the figure showing the distance traveled by a car during different time intervals. ഒരു ഡിഫറെന്റ് ടൈം ഇന്റർവെൽസിൽ ഇതാ ഇവിടുന്ന് ഒരു കാർ എയിൽ നിന്ന് ഒരു കാർ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, ബിയിലെത്തി. ബിയിൽ നിന്ന് എയിൽ നിന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ബിയിലെത്തി. ബിയിൽ നിന്ന് സിയിലെത്തി. 0 സെക്കൻഡിൽ നിന്ന് 2 സെക്കൻഡിലേക്ക് എത്തിയപ്പോൾ ബിയിലെത്തി. 4 സെക്കൻഡ് എത്തിയപ്പോൾ സിയിലെത്തി. 6 സെക്കൻഡിലെത്തിയപ്പോൾ ഡിയിലെത്തി. 8 സെക്കൻഡിലെത്തിയപ്പോൾ ഇയിലെത്തി. 10 സെക്കൻഡിലെത്തിയപ്പോൾ എന്ത് ചെയ്തു, എഫിലെത്തി. അപ്പൊ ഒരു കാറ് പോയ വഴിയാണിത്. നമുക്ക് നോക്കാം. ഇതിങ്ങനെ സ്കെയിൽ എടുത്ത് അളന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 0യിൽ നിന്ന് 2യിലേക്ക് 20 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഇതൊക്കെ സെയിം ഡിസ്റ്റൻസ് അല്ലേ? സ്കെയിൽ എടുത്ത് നോക്കി കളഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്കും, ബിയിൽ നിന്ന് സിയിലേക്കും, സിയിൽ നിന്ന് ഡിയിലേക്കും, ഡിയിൽ നിന്ന് ഇയിലേക്കും, ഇയിൽ നിന്ന് എഫിലേക്കും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2യിൽ നിന്ന് ബിയിൽ നിന്ന് സിയിലേക്കോ 20 ആയിരിക്കും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് എ ടു ബി 20 മീറ്റർ ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് 20 മീറ്റർ ആണ് കേട്ടോ, മീറ്റർ. അപ്പൊ ഇവിടൊക്കെ സെയിം ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഇവിടെ എന്താവും, ബിയിൽ നിന്ന് സിയിലേക്ക് എന്താവും, 20 മീറ്റർ ആവും. സിയിൽ നിന്ന് ഡിയിലേക്കോ 20 മീറ്റർ ആവും. ഡിയിൽ നിന്ന് ഇയിലേക്കും 20 മീറ്റർ ആവും. ഇയിൽ നിന്ന് എഫിലേക്ക് 20 മീറ്റർ ആവും. ഓക്കെ, അപ്പോ ബിയിൽ നിന്ന് സിയിലേക്ക് ഇവിടെ എത്രയാണ്, 20 ആണ്. 20. ഇവിടെയോ 20. ഇവിടെയോ 20. ഇവിടെയോ 20. ഒക്കെ മീറ്ററിലാണ് കേട്ടോ. ഇനി എയിൽ നിന്ന് ബിയിലേക്ക് എത്ര ടൈമാണ് എടുക്കുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക് 0 മുതൽ 2 വരെ എത്രയാണ്, 2 സെക്കൻഡ്. ഓക്കെ, ദെൻ ബിയിൽ നിന്ന് സിയിലേക്കോ, ബിയിൽ നിന്ന് സിയിലേക്കും 2 സെക്കൻഡ് അല്ലേ? ഇതാ ബിയിൽ എത്രയാണ്, 2 സെക്കൻഡ് ആണ്. സിയിൽ എത്രയാണ്, 4 സെക്കൻഡാണ്. അപ്പൊ 2ൽ നിന്ന് 4ലേക്ക് എത്രയൊക്കെയാണ് ദൂരം, 2 ആണ്. സിയിൽ നിന്ന് ഡിയിലേക്കോ 4ൽ നിന്ന് 6ലേക്ക് എത്ര ദൂരമാണ്, 2 സെക്കൻഡ്. ഇനി 6ൽ നിന്ന് 8ലേക്കോ 2 സെക്കൻഡ്. 2 സെക്കൻഡ് എന്ന് എഴുതണം കേട്ടോ. ദെൻ ഇയിൽ നിന്ന് എഫിലേക്കോ 2 സെക്കൻഡ് ആണ്. ഇനി ഈ സ്പീഡ് എത്രയെന്ന് കണ്ടുപിടിക്കാം. സ്പീഡ് കാണാൻ നമ്മളൊരു ഇക്വേഷൻ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. എന്താണ് സ്പീഡ്? ഇവിടെ ഡിസ്റ്റൻസ് അതല്ലേ, ഡിസ്റ്റൻസ് 20 എന്ന് തന്നിട്ടുണ്ട്, ടൈം 2 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? സ്പീഡിന്റെ ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ അല്ലേ? ഇവിടെ എത്ര ഡിസ്റ്റൻസ്, 20 ആണ്. ഇവിടെ 2 ആണ്. അപ്പൊ എത്ര കിട്ടുക, 20 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? അപ്പൊ എല്ലായിടത്തും 20 ഡിവൈഡഡ് ബൈ 2 എന്നല്ലേ? അപ്പൊ എന്താ കിട്ടുക, 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ എന്താ കിട്ടുക, 10 മീറ്റർ പെർ സെക്കൻഡ്.
ഓക്കെ, ഇവിടെ എന്താ കിട്ടുക 10 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ എന്താ കിട്ടുക, ലാസ്റ്റ് എന്താ കിട്ടുക 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് 2 സെക്കൻഡിലും ഓരോ 2 സെക്കൻഡിലും എന്താണ് 20 മീറ്റർ ആണ് അല്ലെ. 20 മീറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഇങ്ങനെ കാർ ഇങ്ങനെ സഞ്ചരിക്കുന്നത്. ഓരോ സെക്കൻഡിലും 20 മീറ്റർ ആണ് മൂവ് ചെയ്യുന്നത് അല്ലെ. എയിൽ നിന്ന് ബിയിലേക്ക് 20 മീറ്റർ, ബിയിൽ നിന്ന് സിയിലേക്ക്. അപ്പൊ എന്താണ് ഓരോ ഇന്റർവെൽ ടൈമിലത് ഇവിടെ ഈ എയും ബിയും രണ്ട് സെക്കൻഡാണ്, ബിയും സിയും 2 സെക്കൻഡാണ്. അപ്പൊ അതൊക്കെ സമയം എന്താണ് ഈക്വൽ ഇന്റർവെൽ ടൈം അല്ലേ, ഈക്വൽ ടൈം അല്ലേ. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും ഈക്വൽ ടൈം അല്ലേ. അവിടെ നോക്കൂ, എയിൽ നിന്ന് ബിയിലേക്ക് 2 സെക്കൻഡ്, ബിയിൽ നിന്ന് സിയിലേക്ക്, ബിയിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് 2 സെക്കൻഡ്, ബിയിൽ നിന്ന് സിയിലേക്ക് 2 സെക്കൻഡ്. അപ്പോ ഇതൊക്കെ സെയിം സമയമല്ലേ, സെയിം ഇന്റർവെൽ സമയം. ഇനി ഇവിടെ നോക്കാം എത്ര ദൂരാണ് എയിൽ നിന്ന് ബിയിലേക്ക് 20 മീറ്റർ, ബിയിൽ നിന്ന് സിയിലേക്ക് 20 മീറ്റർ, സിയിൽ നിന്ന് ഡിയിലേക്ക് 20 മീറ്റർ. അപ്പൊ ഒരേ പോലെയാണ് അല്ലേ, എല്ലാതും ഒരേ അളവുമാണ്. സമയം എന്താണ് എല്ലായിടത്തും ഒരേ സമയമാണ്, ഒരേ ഗ്യാപ്പുമാണ് ഉള്ളത്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, സമയം എല്ലായിടത്തും ഒരേപോലെയാണ്. ഓക്കെ, ഇനി എന്താണ് ഡിസ്റ്റൻസും എന്താണ് എല്ലായിടത്തും എല്ലാ ഗ്യാപ്പിലും എന്താണ് ഒരുപോലെയാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. ഹെഡിങ് എഴുതുക, ഹെഡിങ് എഴുതിയിട്ട് ഈ ഒരു ഫിഗർ വരക്കുക, ഈ ഒരു ഫിഗർ വരക്കുക, എന്നിട്ട് ഈ ടേബിളിൽ എഴുതിയെടുക്കുക നോട്ട്ബുക്കിലേക്ക്. ഓക്കെ, അടുത്തത് എന്താണ് അവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, ഇവിടെ എന്താണ് നേരത്തെ പറഞ്ഞു കേട്ടോ, ഇവിടെ സെയിം ഡിസ്റ്റൻസ് ആണ്, ഇൻ ഈക്വൽ ഇന്റർവെൽ ടൈം ആണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് എന്താണ്, ഇവിടെ തന്നെ ആൻസർ എഴുതട്ടോ, അതിന്റെ അടിയിലുള്ളതാണത്. നമ്മൾ ഇത് കണ്ടു അല്ലേ, 9.8 9.7 ടേബിള് വരച്ച് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അതിന്റെ അടിയിലുള്ള വേർഡാണ് കേട്ടോ. ഓക്കെ, അടുത്തൊരു ടേബിൾ ഉണ്ട്, അതും കൂടെ നോക്കാം. ഓക്കെ, ഇവിടെ ചോദിക്കുന്നത് ഡു യു തിങ്ക് ദാറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ഇൻ ഈക്വൽ ഇന്റർവൽ ഈസ് ദ സെയിം. അതെ, യെസ് എന്ന് കൊടുക്കുക ആൻസർ. ഓക്കെ, ഇഫ് സോ isn't the car in uniform motion? യെസ്, യൂണിഫോം മോഷനിലാണ് കേട്ടോ. In such a situation we say that the car has uniform speed. എന്താണ് അവിടെ യൂണിഫോം സ്പീഡ് അല്ലേ നേരത്തെ ഉള്ളത് അല്ലേ. നോക്കൂ, ഇവിടെ നേരത്തെ കണ്ടത്, നമ്മൾ ആദ്യം കണ്ടത് ഇവിടെ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സ്പീഡൊക്കെ എന്താണ്, സ്പീഡ് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഒക്കെ 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. ഓരോ 2 സെക്കൻഡ് കൂടുമ്പോഴും എന്താണ്, എല്ലാ 2 സെക്കൻഡ് ഇടയിൽ എന്താണ് 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ സ്പീഡ്. അപ്പൊ എന്താ പറയാ, യൂണിഫോം സ്പീഡ് എന്നാണ് പറഞ്ഞിട്ടാ. ഇനി അടുത്തത് എടുക്കാം. അടുത്ത ടേബിൾ, അതിന്റെ അടിയിലുള്ള ഒന്നാമത്തെ ടേബിൾ കണ്ടു, ഇനി രണ്ടാമത്തെ ടേബിൾ. അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് മേലത്തെ ക്വസ്റ്റ്യൻ, ഈ ടേബിളിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇത്. ഓക്കെ, നമുക്ക് ഈ ടേബിൾ നോക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ അതിന്റെ എഴുതട്ടോ.
ഇനി ഒരു ടേബിളും കൂടെ നോക്കാം നമുക്ക്. ഇവിടെ നോക്കൂ, 0 to 2 സെക്കൻഡ് എത്ര മീറ്ററാ? 5 മീറ്ററാണ്. 0 to 2 സെക്കൻഡ് 5 മീറ്റർ. ദെൻ 2 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് ഓക്കെ, എത്ര മീറ്ററാണ്? 20 മീറ്റർ അല്ലേ? ഇവിടെ എത്ര മീറ്ററാണ് തിരിച്ച്? ഇതിന്റെ 5 മീറ്ററാണ് ഇവരെ ഗ്യാപ്പ്. ബിയും സിയും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 20 മീറ്ററാണ്. ഇനി സിയും ഡിയും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 6 മീറ്ററാണ് അല്ലേ? അല്ല എങ്ങനെയാണ്? സോറി, 15 മീറ്റർ അല്ലേ വരിക? 0യിൽ നിന്ന് 5ലേക്ക് 5. ഇനി 5ൽ നിന്ന് 20ലേക്ക് എത്രയാണ്? ഇവിടെ 15 മീറ്റർ അല്ലേ വരിക? ഇനി സിയിൽ നിന്ന് ഡിയിലേക്കോ? ഇവിടെ എത്ര വരുന്നത്? 20ൽ നിന്ന് 6. 20ൽ നിന്ന് 26ലേക്ക് എത്രയാണ്? 6 മീറ്റർ. ഇനി ഡിയിൽ നിന്ന് ഇയിലേക്കോ? 26. 26ൽ നിന്ന് 44ലേക്ക് എത്ര മീറ്റർ ആണ് നോക്കുക? 26ൽ നിന്ന് 44ലേക്ക് എത്ര മീറ്റർ ആണ് നോക്കുക. ഓക്കെ, 18 അല്ലേ? 18 മീറ്റർ. ഓക്കെ, ദെൻ 44ൽ നിന്ന് 50ലേക്ക് 6 മീറ്റർ. ഇനി ഇവിടെ ടേബിൾ ഫില്ല് ചെയ്യാം. എയിൽ നിന്ന് ബിയിലേക്ക്. ഇവിടെ സെക്കൻഡ് നോക്കണം കേട്ടോ. 0 to 2 സെക്കൻഡ് 2 സെക്കൻഡ് ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് 2 സെക്കൻഡ്. ഇവിടെ 2 സെക്കൻഡ് അല്ലേ? ഇനി 2 സെക്കൻഡിൽ നിന്ന് ബിയിൽ നിന്ന് സിയിലേക്കോ എന്താണ്? അവിടെയും 2 സെക്കൻഡ് ആണ്. ഇനി സിയിൽ നിന്ന് ഡിയിലേക്കോ? 4ൽ നിന്ന് 6ലേക്ക് എത്ര ദൂരമാണ്? 2 സെക്കൻഡ്. ദെൻ 6ൽ നിന്ന് ഡിയിൽ നിന്ന് ഇയിലേക്കോ? ഡി 6 ആണ്, ഇ 8 ആണ്. അപ്പോൾ 6ൽ നിന്ന് 8ലേക്ക് 2 സെക്കൻഡ്. ദെൻ ഇയിൽ നിന്ന് എഫിലേക്ക് ഇ എത്രയാണ്? 8 സെക്കൻഡ്. എഫ് എത്രയാണ്? 10 സെക്കൻഡ്. ഓക്കെ, അപ്പോ ഇയിൽ നിന്ന് എഫിലേക്കോ? 2 സെക്കൻഡ്. ഓക്കെ, നമുക്ക് ടേബിൾ ഫില്ല് ചെയ്യാം. ടേബിൾ ഫില്ല് ചെയ്യാം. എയിൽ നിന്ന് ബിയിലേക്ക് എത്ര മീറ്ററാ? 5 മീറ്റർ. ബിയിൽ നിന്ന് സിയിലേക്കോ? 15 മീറ്റർ. എന്നാൽ 5ൽ നിന്ന് 20ലേക്ക് എത്ര ദൂരം? 15. സെക്കൻഡും സെയിം ആണ്. ഓക്കെ, സെക്കൻഡ് ഒക്കെ സെയിം അല്ലേ? സമയം എല്ലായിടത്തും ഈക്വൽ ആവും അല്ലേ? ഒന്നാമത്തെ സെക്കൻഡ് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വരിക, രണ്ടാമത്തെ അല്ലേ മൂന്നാമത്തെ വരിക. അങ്ങനെ സമയമൊക്കെ ഇവിടെ ഈക്വൽ ആണല്ലേ? സമയം ഇവിടെ എല്ലായിടത്തും സമമാണ്. എയിൽ നിന്ന് ബിയിലേക്കും, ബിയിൽ നിന്ന് സിയിലേക്കും, സിയിൽ നിന്ന് ഡിയിലേക്കും, ഡിയിൽ നിന്ന് ഇയിലേക്കും, ഇയിൽ നിന്ന് എഫിലേക്കും എല്ലായിടത്തും എന്താണ്? സമയം ഈക്വൽ ആണ്. സമയം എന്ത് ചെയ്യാം? നമുക്ക് ഈക്വൽ ആണ് അല്ലേ? ഇനി ഡിസ്റ്റൻസ് ഇവിടെ നോക്കും. എയിൽ നിന്ന് ബിയിലേക്ക് 5 അല്ലേ? ബിയിൽ നിന്ന് സിയിലേക്ക് 15. ഇനി സിയിൽ നിന്ന് ഡിയിലേക്കോ? സിയിൽ നിന്ന് ഡിയിലേക്ക് 6 ആണ്, 6 മീറ്റർ. ദെൻ ഡിയിൽ നിന്ന് എവിടേക്ക്? സിയിൽ നിന്ന് ഡിയിലേക്ക് നമ്മൾ കണ്ടു. ഇനി ഡിയിൽ നിന്ന് ഇയിലേക്ക് 18 മീറ്റർ അല്ലേ? 18 മീറ്റർ. മീറ്റർ ആണെന്ത്? ഡിയിൽ നിന്ന് ഇയിലേക്ക്. ഇയിൽ നിന്ന് എഫിലേക്ക് എത്ര മീറ്റർ ആണ്? 40, 50 അല്ലേ? 6 മീറ്റർ. 6 മീറ്റർ അല്ലേ? സമയമൊക്കെ എന്താണ്? സമയം എല്ലായിടത്തും സെയിം ആണ് അല്ലേ? 2 സെക്കൻഡ് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ എത്രയാണ്? 2 സെക്കൻഡ്. ഇവിടെ എത്രയാണ്? 2 സെക്കൻഡ്. നമുക്ക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുക. 5/2 അല്ലേ? സ്പീഡ് എത്രയാണ്? സ്പീഡിന്റെ ഇക്വേഷൻ സ്പീഡിൽ എഴുതാം. സ്പീഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? എന്താണ്? ഡിസ്റ്റൻസ് ഷോർട്ട് ഫോം ആക്കിയിട്ട് എഴുതുന്നുള്ളൂ ഞാൻ, ഡിവൈഡഡ് ബൈ ടൈം അല്ലേ? ടി. എത്രയാണ്? 5/2. ഒന്നാമത്തെ നോക്കാം.
5 ഡിവൈഡഡ് ബൈ 2 എത്ര ഉത്തരം കിട്ടി? 2.5 മീറ്റർ സമം 2.5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി 15 പോയിന്റ് രണ്ടാമത്തെ എടുത്തോ. രണ്ടാമത്തെ എത്ര കിട്ടുന്നത്? അത് ജസ്റ്റ് ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി കേട്ടാ. 15 ഡിവൈഡഡ് ബൈ 2 കിട്ടുന്നത് എത്രയാണ്? 7.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ദെൻ 6 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടുന്നത്? 6 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 3 അല്ലേ? 6 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടുന്നത്? 3 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 18 ഡിവൈഡഡ് ബൈ 2 9 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ 6 ഡിവൈഡഡ് ബൈ 2 3 മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഇവിടെ സെയിം ഇന്റർവെൽ ടൈം ആണ്. സെയിം ആണ് അല്ലേ? സെയിം ഇന്റർവെൽ ടൈമില് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കൂ, സെയിം ടൈം അല്ലേ? ഇന്റർവെൽ ആണ് അല്ലേ? ഓരോ ഇന്റർവെല്ലും എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് സിയിലേക്കും, ഇതൊക്കെ ഓരോ ഇന്റർവെല്ലാണ് കേട്ടോ. ബിയിൽ നിന്ന് സിയിലേക്കും ഈ ഗ്യാപ്പിനാണ് ഇന്റർവെൽ എന്ന് പറയാം. ബിയിൽ നിന്ന് സിയിലേക്ക്, സിയിൽ നിന്ന് ഡിയിലേക്ക്, ഡിയിൽ നിന്ന് ഇയിലേക്ക്. അത് സെയിം സമയമാണ്. പക്ഷെ സ്പീഡ് എന്താണ്? സെയിം ആണോ? അല്ല, സ്പീഡൊക്കെ വ്യത്യാസമുണ്ട്. ഓരോ 2 സെക്കൻഡ് കൂടുമ്പോൾ എന്താണ്? സ്പീഡ് കുറയുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് സെയിം ഇന്റർവെൽ ടൈം. ഈസ് ഇൻ ദ അടിയത്തെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. സെയിം ഇന്റർവെൽ ടൈം പക്ഷേ ഡിഫറെന്റ് സ്പീഡ്. ഓക്കെ, ഈസ് ഇൻ ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ കാർ ഈക്വൽ intervals of time different here? Okay, is the distance traveled by the car equal interval of time different here? Ade, yes na. If so, the motion and speed of the car uniform or non-uniform? Non-uniform nanu ട്ടോ കൊടുക്കണ്ട്. ഓക്കെ, സ്പീഡ് എന്താണ്? നോൺ യൂണിഫോം ആണ്. ഓക്കെ, അപ്പൊ ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതുക ട്ടോ. അപ്പോൾ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ പറയാം. ആദ്യത്തെ ടേബിളിന്റെയും രണ്ടാമത്തെ ടേബിളിന്റെയും ഡെഫിനിഷൻ പറയാം. ഇഫ് എ ബോഡി ഇൻ മോഷൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽ ഓഫ് ടൈം, ദ ബോഡി ഈസ് സൈഡ് ടു ഹാവ് യൂണിഫോം സ്പീഡ്. നമ്മൾ ആദ്യത്തെ ടേബിളില്ലേ, ആദ്യത്തെ ടേബിളിൽ നമ്മൾ എന്തായിരുന്നു? ആദ്യത്തെ ടേബിൾ നിങ്ങൾ എഴുതിയ നോക്കൂ. ആദ്യത്തെ ടേബിളിൽ നിങ്ങൾ എഴുതിയ എന്താണ്? ആദ്യത്തെ ടേബിളിൽ ടൈം ഒരുപോലെ തന്നെയാണ്, സ്പീഡ് ഒരുപോലെ തന്നെയാണ് അല്ലേ? അപ്പൊ അതിനെ എന്ത് പറയും? നമ്മൾ യൂണിഫോം സ്പീഡ് എന്ന് പറയും. ഓക്കെ, ഈക്വൽ ഇന്റർവൽ ടൈമിൽ ഈക്വൽ അല്ലേ? ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. ഈക്വൽ ഇന്റർവൽ ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. അവിടെ ഈ ടൈമൊക്കെ ഈക്വൽ ആയിരുന്നു, പക്ഷെ ഡിസ്റ്റൻസ് എന്തായിരുന്നു? ഡിസ്റ്റൻസ് ഈക്വൽ ആയിരുന്നു ഒന്നാമത്തേൽ അല്ലേ? ഒന്നാമത്തേൽ ടൈം ഈക്വൽ ആയിരുന്നു, ഡിസ്റ്റൻസ് എല്ലായിടത്തും ഈക്വൽ ആയിരുന്നു. അതിനോട് എന്ത് പറയും? യൂണിഫോം സ്പീഡ് എന്ന് പറയും ആദ്യത്തെ. രണ്ടാമത്തെ ആണെന്ത്? ഇഫ് ഇറ്റ്സ് കവർ അൺഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ intervals of time, the body is said to have non-uniform speed. ഇതിനാണ് എന്ത് പറയുന്നത്? നോൺ യൂണിഫോം സ്പീഡ്. ഇവിടെ 3 മീറ്റർ പെർ സെക്കൻഡ്, 9 മീറ്റർ പെർ സെക്കൻഡ്, 3 മീറ്റർ പെർ സെക്കൻഡ്. രണ്ടാമത്താണത്. ഇവിടെയൊക്കെ ഡിസ്റ്റൻസ് എന്താണ്? ഡിഫറെന്റ് ആണ്. അപ്പോൾ ഈക്വൽ ഇന്റർവൽ ടൈമിൽ ഡിഫറെന്റ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതും എന്ത് ചെയ്യുക? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക കേട്ടോ. ഇവിടെ ഇന്ന് ചോദിച്ചിട്ടുള്ളത് എന്താണ്? എ ചൈൽഡ്, ഇതും കൂടെ പറയാം കേട്ടോ. എ ചൈൽഡ് വാച്ചിങ് ദ സ്പീഡോമീറ്റർ ഓഫ് എ, ഒരു കുട്ടി എന്താണ്? കാറിന്റെ സ്പീഡിന്റെ ഒരു സ്പീഡിന്റെ മീറ്റർ ഇല്ലേ? കാറിന്റെ സ്പീഡിന്റെ മീറ്റർ ഇല്ലേ? അത് ഒരേ
എല്ലാ സമയത്തും ഒരേ സ്പീഡാവുമോ? അല്ല, ഡിഫറെന്റ് സ്പീഡിലായിരിക്കും. അപ്പോൾ കാർ എത്ര സ്പീഡിലാണ് പോയിരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന്റെ ആവറേജ് എത്ര സ്പീഡിലാണ് അധികവും പോയിരുന്നത് അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് പോയിരുന്നത് എന്നറിയാൻ നമുക്കറിയാൻ പറ്റുമോ? എല്ലാ സമയത്തും ഡിഫറെന്റ് സ്പീഡാണ് അല്ലേ? ഒരേ സ്പീഡിലാണ് പോയത് കാറ്? അല്ല, കാർ ഒരിക്കലും അങ്ങനെ പോകില്ല. ഒരു വാഹനവും ഒരേ സ്പീഡിൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും പോകില്ല. അപ്പോൾ ഡിഫറെന്റ് സ്പീഡിലായിരിക്കും ഓരോ സമയത്തും. അപ്പോൾ നമുക്ക് അധികവും ഇത്ര സ്പീഡിലാണ് ആ കാറ് പോയിരുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ത്? ആവറേജ് സ്പീഡ്. ഒരു ആവറേജ് സ്പീഡ് ഇത്ര മാത്രമേ, അധികവും ഇത്ര സ്പീഡിലാണ് ആ വണ്ടി പോയിരുന്നത് എന്ന് നമ്മൾ പറയില്ലേ, അതിനാണെന്ന് പറയുന്നത് ആവറേജ് സ്പീഡ്. ആവറേജ് സ്പീഡ് കണക്കാക്കുന്നത്. ആവറേജ് സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? എത്രയാണോ ഡിസ്റ്റൻസ് കവർ ചെയ്തത്, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ്, ദെൻ എത്ര സമയം എടുത്തു ആ ഡിസ്റ്റൻസ് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ. ഇതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു കാർ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? എയിൽ നിന്ന് എഫിലേക്ക് 50 മീറ്റർ ആണ് വിചാരിക്കുക. എയിൽ നിന്ന് എഫിലേക്ക് 50 മീറ്റർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, എ ടു എഫ് 50 മീറ്റർ. ഓക്കെ, എയിൽ നിന്ന് എഫിലേക്ക് 50 മീറ്റർ. ഓക്കെ, ഇനി ടോട്ടൽ ടൈം ടേക്കൺ ഫോർ ട്രാവലിംഗ് ദിസ് ഡിസ്റ്റൻസ് ഈക്വൽ ടു 9. എത്ര സെക്കൻഡ് എടുത്ത് 50 മീറ്റർ കവർ ചെയ്യാൻ? 10 സെക്കൻഡിനെടുത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം അല്ലെ? ആവറേജ് സ്പീഡ്, അതിന്റെ ആവറേജ് സ്പീഡ് എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ ടു ട്രാവൽ ഡിസ്റ്റൻസ് അല്ലേ? അതെന്ത് ചെയ്യാം? എയിൽ നിന്ന് എഫിലെത്താനുള്ളതാണ് കേട്ടോ. എയിൽ നിന്ന് എഫിലേക്ക് എത്തിയപ്പോൾ 50 മീറ്റർ കവർ ചെയ്തു, 10 സെക്കൻഡ്. അപ്പൊ ഇത് കണ്ടോളൂ, 50 ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ ഇതും എന്ത് ചെയ്യാം? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാം. ഓക്കെ, ഇതും എന്ത് ചെയ്യാം? നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതണം. അപ്പൊ നമുക്ക് ഇനി എടുക്കാനുള്ളത് യൂണിഫോം വെലോസിറ്റി ആൻഡ് നോൺ യൂണിഫോം വെലോസിറ്റി ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കവർ ചെയ്യാം കേട്ടോ. താങ്ക് യു.